ആര് ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ കണ്ണിന് തട്ടിട്ടോ. ഞാൻ പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ കണ്ണിന് തട്ടിച്ചു അവളെ നോക്കാൻ. ബോള് തരുമോ? അതാ മാം. Good morning, teacher. Good morning, children. Sit down. എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? ആരാ ഹോംവർക്ക് ചെയ്യാത്തെ? സ്റ്റാൻഡ് അപ്പ്. എന്തേ ഹോംവർക്ക് ചെയ്തില്ല? അത് ടീച്ചറെ വീട്ടില് കറണ്ട് ഉണ്ടായിരുന്നില്ല. അതെന്താ? എന്നാ പിന്നെ മെഴുകുതിരി കത്തിച്ച് ചെയ്യാമായിരുന്നില്ലേ? അത് മെഴുകുതിരി പൂജ മുറിയിലായിരുന്നു ടീച്ചർ. അതിനെടുത്ത് ചെയ്താ പോരെ? ടീച്ചർ നോക്കൂ ടീച്ചർ. Keep quiet. അതില്ലേ ടീച്ചർ? എന്താ പ്രശ്നം? ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തേ കുളിക്കാതിരുന്നേ? അത് പൈപ്പില് വെള്ളം ഉണ്ടായിരുന്നില്ല ടീച്ചർ. എന്തേ പൈപ്പില് വെള്ളമില്ലാതിരുന്നേ? Keep quiet. Children, please keep quiet. അതില്ലേ നോണല്ല ടീച്ചർ, സത്യമാണ്. എന്റെ വീട്ടില് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല ടീച്ചർ. അതല്ല മോട്ടോർ വർക്ക് ചെയ്യാതിരുന്നേ? അതല്ലേ ടീച്ചറെ പറഞ്ഞ കറണ്ട് ഉണ്ടായിരുന്നില്ല. Sit down. Sit down. Then എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. കുട്ടിയുടെ കയ്യില് 4 ചപ്പാത്തീസ് ഉണ്ട്. അതില് 2 കുട്ടിയുടെ ഫ്രണ്ടിന് കൊടുത്തു. അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഞാൻ കണ്ടു. അങ്ങനെ പറയരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യണ്ടേ? ഓ ശരി, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് 2 ചപ്പാത്തി കുട്ടി കൊടുത്തു. കുട്ടി 2 ചപ്പാത്തി ആ കുട്ടിക്ക് 2 ചപ്പാത്തി കൊടുത്തു. കുട്ടി 2 ചപ്പാത്തി കഴിച്ചു. ബാലൻസ് എത്ര ചപ്പാത്തി ഉണ്ട്? അതെങ്ങനെ? ഈ കുട്ടിയുടെ വയറ്റിൽ 2 ചപ്പാത്തി ഉണ്ട്. എന്റെ വയറ്റിൽ 2 ചപ്പാത്തി. ബാക്കി കറി മാത്രമല്ലേ ടീച്ചർ? വെരി ഗുഡ്. 4ന്റെ പട്ടിക ഒന്ന് ചൊല്ലിക്കേ. 4 ടീച്ചർ. ഒരു 4 4 ഇരുന്നാൽ ടീച്ചർ 24 4 ടീച്ചർ 24 4 ടീച്ചർ 4 ഇരുന്നാൽ 8. എന്റെ ചോദ്യത്തിന് വേഗം ഉത്തരം തരണം. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാണ്? എന്ത് ടീച്ചറല്ലേ പറഞ്ഞു വേഗം ഉത്തരം വരില്ലേ? Keep quiet, children. ഞാൻ കുട്ടിക്ക് 10 ആപ്പിൾ തന്നു. അതില് 5 കുട്ടി കഴിച്ചു. എത്ര ആപ്പിൾ ഉണ്ട്? ഇതിന്റെ ഉത്തരം എനിക്കറിയാം. പക്ഷെ ടീച്ചർ എന്നെ ചീത്ത പറയാൻ പാടില്ല. പറയില്ല. കുട്ടി പറഞ്ഞു എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. പക്ഷെ ഇവർക്ക് ആപ്പിൾ ഇഷ്ടം. എനിക്ക് ചപ്പാത്തി തന്നില്ലല്ലോ. അപ്പൊ ഇവർക്ക് ആപ്പിൾ ഇഷ്ടമാണ്. അപ്പൊ അത് അവൾക്ക് കൊടുത്തോളൂ ടീച്ചർ. അപ്പൊ 10 ഉണ്ടാവില്ലേ? ഒന്നും പറയുന്നില്ല. കുട്ടീനേക്ക്
സ്റ്റാൻഡ് അപ്പ്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കുട്ടി ആലോചിച്ച് പറയണം കേട്ടോ. കുട്ടിയുടെ മുന്നില് പൈസയും ബുദ്ധിയും ഉണ്ട്. അതിൽ ഏത് തിരഞ്ഞെടുക്കും? എനിക്ക് പൈസ മതി ടീച്ചറെ. അതെന്താ? കുട്ടിയുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ബുദ്ധിയാണ് തിരഞ്ഞെടുത്തേനെ. അതെന്താണെന്നറിയോ ടീച്ചറെ, എനിക്ക് നേരത്തെ ബുദ്ധി. ഇതൊക്കെയാണോ കുട്ടികളെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ? സ്റ്റാൻഡേർഡ് കണ്ടൻസി. If you study well, you can succeed in life. Respect all the elders and obey teachers' instructions. To be healthy, you should exercise daily. Discipline should be followed not only at school but also at home and other places. We should always listen to our parents and eat healthy food. Will you implement these things in your life? Yes, teacher. Okay. Thank you, children. Thank you, teacher. So.